Hello everyone. അപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ EST130യുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബിഫോർ ഗോയിങ് ടു ദിസ് സെക്കൻഡ് ലെക്ചർ, ലെറ്റ് മീ ബ്രഷ് അപ്പ് ദ തിങ്സ് വി കവർ ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. നമ്മൾ മെയിനായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിരുന്നു. What was the definition of electromagnetic induction defined by Faraday's? Faraday's law states that the flux linkage, whenever the flux linkage associated with the conductor changes, an EMF is induced in it. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കോയിലിൻ്റെ ഫ്ലക്സ് ലിങ്കേജ് ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റിയാൽ അവിടെ EMF ഉണ്ടാകും. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അതുപോലെ ഫാരഡേസ് ലോൻ്റെ രണ്ടാമത്തെ ഒരു പോർഷൻ ഉണ്ട്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ EMFിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. വാട്ട് ഈസ് ഫ്ലക്സ് ലിങ്കേജ്? വാട്ട് ഈസ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്? വാട്ട് ഈസ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്? ഫ്ലക്സ് ലിങ്കേജ് ഈസ് phi. ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഈസ് d phi. Rate of change of flux linkage is d phi by dt. So EMF is directly proportional to d phi by dt. And EMF is equal to n into d phi by dt. N is total number of turns, n into d phi by dt. And also there was a minus sign. That minus sign indicates the effect of Lenz's law. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ രണ്ട് ടൈപ്പ് EMF ഉണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? നിങ്ങൾ ആ വീഡിയോ കണ്ട് കംപ്ലീറ്റ് ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ആ വീഡിയോ കണ്ട ശേഷം നമ്മൾ ഈ സെക്കൻഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ഇതൊരു പ്യുവർ കണ്ടിന്യൂഷൻ ആണ്. സോ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് EMF? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. രണ്ടും ഫാരഡേസ് ലോ പറഞ്ഞ പ്രകാരം ഇൻഡ്യൂസ് ആവുന്നതാണ്. പക്ഷെ എന്താ ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റാറ്റിക്കലി അതിൻ്റെ അകത്ത് എല്ലാ പോർഷൻസും സ്റ്റേഷനറി ആയിരിക്കും. കോയിൽ മൂവ് ചെയ്യാൻ പാടില്ല. കോയിൽ മൂവ് ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു മെത്തഡേ ഉള്ളൂ. എന്താണ്? രണ്ട് സൈഡിലുള്ള മാഗ്നറ്റ്, ഇത് നോർത്ത് ഇത് സൗത്ത്, അതിൻ്റെ ഇടയിൽ ഒരു കോയിൽ ഉണ്ട്. ആ കോയിൽ മൂവ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെ EMF ഉണ്ടാവും? ഈ മാഗ്നറ്റ്സ് കൊടുക്കുന്ന ഫ്ലക്സ് എന്തായിരിക്കണം? വേരിയിങ് ആയിരിക്കണം, മൂവിങ് ആയിരിക്കണം. അതിനാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം. അതുപോലെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് ഇവിടെ ഫിക്സ്ഡ് ആയി നിൽക്കുന്നുണ്ട്, പക്ഷെ നടുവിലുള്ള കണ്ടക്ടർ എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ പെർമിസ്ഡ് ആണ്, അല്ലെങ്കിൽ പെർമിറ്റഡ് ആണ്. സോ നിങ്ങളുടെ മാഗ്നറ്റ് കൊടുക്കുന്ന ഫ്ലക്സ് എപ്പോഴും എന്തായിരിക്കും? ഒരേ രൂപത്തിലുള്ള കോൺസ്റ്റന്റ് ഫ്ലക്സ് ആയിരിക്കും, അല്ലെങ്കിൽ DC സ്റ്റഡി ഫ്ലക്സ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ അകത്ത് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFും ഉണ്ട്, മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMFും ഉണ്ട്. അതിനെ ബേസ്ഡ് ചെയ്താണ് നമ്മൾ ഇനിയുള്ള ക്ലാസ് എല്ലാം വരുന്നത്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്താ? ഒരു അയൺ കോർ എടുക്കുക, അതിൻ്റെ മുകളിൽ വൈൻഡിങ് കൊടുക്കുക. ആ വൈൻഡിങ്ങിൽ നിങ്ങൾ ഒരു സപ്ലൈ കൊടുക്കുന്നു. ആ സപ്ലൈ എന്തായിരിക്കണം? വേരിയിങ് സപ്ലൈ ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ സപ്ലൈ കറണ്ട് വേരി ചെയ്യുമ്പോൾ ഫ്ലക്സ് വേരി ചെയ്യും. അപ്പം ഫ്ലക്സ് വേരി ചെയ്യുമ്പം ആ വേരിയിങ് ഫ്ലക്സിൻ്റെ ചേഞ്ച് ഇതേ കോയിലിൽ ലിങ്ക് ചെയ്യും, അവിടെ EMF ഉണ്ടാവും. അതിനാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം, അല്ലേ? എന്തായിരുന്നു നമ്മുടെ ഡെഫിനിഷൻ? എന്തായിരുന്നു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഓർ കറണ്ട് ഇൻ ദ സെയിം കോയിൽ ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, അത് നമുക്കറിയാം. ഓക്കെ, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യാം. എന്താണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF? നിങ്ങൾ രണ്ട് കോയിൽ കൺസിഡർ ചെയ്യാം. ഈ കോയിലിൽ നിങ്ങൾ സപ്ലൈ കൊടുക്കുക, അപ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് ഇവിടുന്ന് പാസ് ചെയ്ത് അടുത്ത കോയിലിൽ ലിങ്ക് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ ഫ്ലക്സിൻ്റെ ചേഞ്ച് കാരണം ഈ കോയിലിൽ ഒരു EMF ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. EMF is induced in a coil due to the rate of change of flux linkage or due to the change of current in the neighboring coil. എന്തായിരുന്നു? EMF is induced in one coil due to change in flux or current in the neighboring coil is known as mutually induced EMF. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റീക്യാപ്പ് ചെയ്തതാണ്. സോ നമ്മൾ നെക്സ്റ്റ് ലെക്ചറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഇതിൽ നമ്മളെ കണ്ടൻസ് സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്,
ആൻഡ് ഡെറിവേഷൻസ് ആൻഡ് സം ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇതാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന കണ്ടന്റ്സ്. അത് നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF വരെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം ഞാൻ റീക്യാപ്പ് നമ്മൾ കവർ ചെയ്തു. അതിൻ്റെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് സംസാരിക്കും. ആ പ്രോപ്പർട്ടിയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ആ പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കോയിലിൽ നിങ്ങളൊരു കറണ്ട് പാസ് ചെയ്യാണ്. അവിടെ ഫ്ലക്സ് ഉണ്ടാവും, EMF ഉണ്ടാവും, ഒക്കെ അറിയാം. ആ കറണ്ട് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവും, EMF ഉണ്ടാവും, ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതേസമയം ആ കോയിലിൽ പാസ് ചെയ്യുന്ന കറണ്ടിനെ ആ കോയിലിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഒപ്പോസ് ചെയ്യുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? ഒരു കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കറണ്ടിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ആ ചേഞ്ചിനെ ആ കോയിലിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഒന്ന് ഇംഗ്ലീഷിൽ നമുക്ക് ഡെഫിനേഷൻ അവിടെ ഉണ്ട്. ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ദാറ്റ് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ ദ കറണ്ട് flowing through it is called self-inductance or simply inductance. നമ്മൾ ഇത്രയും ടൈം പറഞ്ഞു ഒരു കോയിലിൽ നമ്മൾ കറണ്ട് കൊടുക്കുന്നു, ഫ്ലക്സ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. എന്നാൽ ഈ കോയിൽ എന്ന് പറയുന്നത് പകരം ജസ്റ്റ് ഒരു വയർ എടുത്ത് കറണ്ട് കൊടുത്താൽ ഫ്ലക്സ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കോയിലിന് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് അതിൽ ഫ്ലക്സ് ഉണ്ടായത്. അതുപോലെ തന്നെ ആ ഇൻഡക്റ്റൻസ് എന്ന പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത കോയിലിൽ അവർ സപ്ലൈ ചെയ്ത കറണ്ടിന് എപ്പോഴെങ്കിലും ഒരു സഡൻ ചേഞ്ച് വരികയാണെങ്കിൽ സഡൻലി ആ കോയിൽ എന്ത് ചെയ്യും? ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. അങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിനാണ് എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ്. ഒന്നും കൂടി ഡെഫിനേഷൻ നോക്കാം. ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ദാറ്റ് ഒപ്പോസിസ് എനി ചേഞ്ച് ഇൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹൗ ദിസ് ഹാപ്പൻസ്, അതായത് നമ്മൾ ജസ്റ്റ് ഇറ്റ് വിൽ ഒപ്പോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് ഒപ്പോസ് ചെയ്യുന്നു, ആരാണ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്? ആ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതി വെച്ചത്. ഹൗ ദിസ് ഹാപ്പൻസ് ആൻഡ് ഹൂ ഈസ് ഒപ്പോസിങ് ദ കറണ്ട് ചേഞ്ച്, അല്ലെങ്കിൽ ഹൂ ഈസ് ഒപ്പോസിങ് ദ ചേഞ്ച് ഇൻ ദ കറണ്ട്. അത് നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തൊരു ഫിഗർ തന്നെയാണ്. ഒരു സ്വിച്ച് വെച്ചിട്ട് ഒരു സപ്ലൈ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അയൺ കോറുണ്ട്. കോറിന് ചുറ്റും ഒരു കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വിച്ച് ഈസ് ഓപ്പൺ ആണ്. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ആ സോഴ്സ് എന്താണ്? AC സോഴ്സ് ആണ്, വേരിയിങ് സോഴ്സ് ആണ്. സോ നിങ്ങൾ എപ്പോൾ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നോ അപ്പം തൊട്ട് അതിലെ കറണ്ട് ഫ്ലോ ചെയ്യും. ആൻഡ് ദാറ്റ് കറണ്ട് വിൽ ബി എ വേരിയിങ് കറണ്ട് ആൻഡ് ദാറ്റ് വേരിയിങ് കറണ്ട് വിൽ പ്രൊഡ്യൂസ് എ വേരിയിങ് ഫ്ലക്സ്. ആ വേരിയിങ് ഫ്ലക്സിൻ്റെ ചേഞ്ച് എവിടെ തന്നെ ലിങ്ക് ചെയ്യും? ആ സെയിം കോയിൽ തന്നെ ലിങ്ക് ചെയ്യും. നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? ഒരു EMF ഇൻഡ്യൂസ് ആവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇപ്പം നമുക്ക് പറയേണ്ടത് എന്താ? അങ്ങനെ EMF ഒക്കെ ഇൻഡ്യൂസ് ആയാൽ മാത്രം പോരാ, ആ കറണ്ട് ചേഞ്ചിനെ ആ കോയിൽ ഒപ്പോസ് ചെയ്യും കൂടെ വേണം. അത് ആര് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്തു. നിങ്ങൾ കാണാം റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ദ കറണ്ട് ഡയറക്ഷൻ. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദ കറണ്ട് വി വിൽ ഗെറ്റ് എ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ കോർ. ആ ഫ്ലക്സ് ഡയറക്ഷൻ നമ്മൾ ബ്ലാക്ക് ഡോട്ടഡ് ലൈൻസ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെരി ക്ലിയർ ആയിട്ട് അതിൽ നമ്മൾ കാണാം. ഇതിൻ്റെ ഒരു ഫ്ലോ നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. കറണ്ട് ഇൻ ദ കോയിൽ വേരീസ്. ആദ്യത്തെ കാര്യം, കറണ്ട് സപ്ലൈ ചെയ്ത കറണ്ട് AC ആയതുകൊണ്ട് വേരി ചെയ്യുന്നുണ്ട്. സോ ഫ്ലക്സ് ഇൻ ദ കോയിൽ ഓൾസോ വേരീസ്. ഫ്ലക്സ് വേരി ചെയ്ത് എന്താവും? അവിടെ ഒരു ഫ്ലക്സ് ലിങ്കേജ്, ആ കണ്ടക്ടർ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും ഫ്ലക്സ് വേരി ചെയ്യുമ്പോൾ. സോ ഫ്ലക്സ് ലിങ്കേജ് അസോസിയേറ്റഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ്. സോ എന്ത് സംഭവിക്കും? എപ്പം ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ എന്താ സംഭവിക്കുക? അടുത്ത സ്റ്റെപ്പ് നോക്ക്. EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഇത്രയും നിങ്ങൾക്ക് അറിയാം. EMFനാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാം. ഇനിയാണ് ആരാണ് ഒപ്പോസ് ചെയ്യുക എന്ന ചോദ്യത്തിന് ആൻസർ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നൗ ലെൻസസ് ലോ കംസ് ടു ദ പിക്ചർ. എന്താ ലെൻസസ് ലോ പറയുന്നത്? ഏത് ഇൻഡ്യൂസ്ഡ് EMFും കറണ്ടും അത് ഉണ്ടാവാനുള്ള കോസിനെ ഒപ്പോസ് ചെയ്യും. എവരി ഇൻഡ്യൂസ്ഡ് EMF or current will oppose the cause that producing it. ഇവിടെ നിങ്ങളുടെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാനുള്ള ബേസിക് കോസ് എന്താണ്? ബാക്കോട്ട് ചിന്തിക്കൂ. EMF ഉണ്ടായതിൻ്റെ ബാക്കോട്ട് വരും. EMF എന്തുകൊണ്ടുണ്ടായി? ഫ്ലക്സ് ചേഞ്ച് കൊണ്ടുണ്ടായി. ഫ്ലക്സ് എന്തുകൊണ്ട് ചേഞ്ച് ആയി? നിങ്ങളുടെ കോയിലിൽ കൊടുത്ത കറണ്ട് ചേഞ്ച് ആയതുകൊണ്ട്. അപ്പോൾ ബേസിക് കോസ് എന്താണ് ഇവിടെ? EMF ഉണ്ടാവാനുള്ള ബേസിക് കോസ് എന്താ? ആദ്യം കൊടുത്ത കറണ്ടാണ്. സോ ഇൻഡ്യൂസ്ഡ് EMF will oppose current.
അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഫോമിൽ നിങ്ങളുടെ കോയിലിലെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യിക്കുന്നു. ആര്? കോയിലിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി. ആരെയാണ് ഒപ്പോസ് ചെയ്യുന്നത്? കറണ്ടിനെ അല്ല, സിംപ്ലി കറണ്ട് എന്ന് പറയാൻ പാടില്ല. കറണ്ട് ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് ഫ്ലക്സ് ചേഞ്ചും ഇ എം എഫും ഉണ്ടായത്. അപ്പോൾ ആരെ ഒപ്പോസ് ചെയ്യുക? കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. ആരൊപ്പോസ് ചെയ്യും? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒപ്പോസ് ചെയ്യും. എന്താണ് ഈ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ പേര്? സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പം അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻ. നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്, ഒന്നും കൂടെ നിങ്ങൾക്ക് റീക്യാപ്പ് ചെയ്യാവുന്നതാണ്. ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ that opposes any change in current that flowing through it is known as self-inductance or inductance. വളരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം എടുത്ത് അത് വർക്ക് ചെയ്ത് നോക്കുക. ആ ഒരു ഫ്ലോ മനസ്സിൽ ആ ഒരു ഫ്ലോ ഓർത്ത് നോക്കുക. അതിൻ്റെ എല്ലാ സ്റ്റെപ്പും, ലെൻസസ് ലോ വരെയുള്ള സ്റ്റെപ്പും കൂടെ ആ ഫ്ലോൻ്റെ കൂടെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് പറയാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ ചെറിയൊരു ഡെറിവേഷനാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ? കറണ്ട് ചേഞ്ച് ഉണ്ടായത് കൊണ്ട് ആരുണ്ടായി? ഇ എം എഫ് ഉണ്ടായി, അല്ലേ? സോ നിങ്ങൾ കൊടുക്കുന്ന കറണ്ടിൻ്റെ ചേഞ്ച് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സിൻ്റെ ചേഞ്ചും കൂടും, ഇ എം എഫിൻ്റെ ചേഞ്ചും കൂടും. കറണ്ടിൻ്റെ ചേഞ്ച് കുറവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫ്ലക്സിൻ്റെ ചേഞ്ചും കുറയും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫും കുറയും. കറസ്പോണ്ടിംഗ്ലി ഇ എം എഫ് കുറഞ്ഞാൽ ഇ എം എഫ് കൊടുക്കുന്ന ഒപ്പോസിഷനും കുറയും. ഇ എം എഫ് എപ്പോൾ കൂടുന്നോ ആ ഒപ്പോസിഷൻ കൂടും. റഫായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? റഫായിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. അതാണ് ഞാൻ അവിടെ എഴുതിയത്. ഇ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു di/dt. അതായത് ഇഫ് കറണ്ട് ചേഞ്ച് ഈസ് സ്മോൾ, ആ കോയിൽ ഇൻഡ്യൂസ് ആവുന്ന ഇ എം എഫും കൂടുതലായിരിക്കും. കോയിലൂടെ പോകുന്ന കറണ്ട് കുറവാണെങ്കിൽ അവിടുത്തെ ഫ്ലക്സും കുറവായിരിക്കും, അല്ലെങ്കിൽ ഫ്ലക്സിൻ്റെ ചേഞ്ചും കുറവായിരിക്കും, ഇ എം എഫും കുറവായിരിക്കും. അപ്പോൾ അത് ഞാനൊരു ഇക്വേഷൻ ആക്കി. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ ഇ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആക്കി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലത്. സോ നിങ്ങളത് റീറൈറ്റ് ചെയ്യുക. എൽ മേ ബി ടേക്കൺ ആസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതായത് ഒരിക്കലും ഒരു വൈൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എൽ വാല്യൂ മാറില്ല. എൽ വാല്യൂ മാറ്റാൻ പറ്റിയാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ആ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ വാല്യൂ മാറും. പക്ഷെ ഒരിക്കൽ ഒരു ഗിവൺ വൈൻഡിങ്ങിൻ്റെ എൽ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇത് നിങ്ങൾ റീറൈറ്റ് ചെയ്യുക. ഇ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ എന്നത് തെറ്റല്ല, പക്ഷേ എൽ മേ ബി ടേക്കൺ ആസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. സോ ഇ ഈസ് ഈക്വൽ ടു എൽ di/dt. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുക. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഒരു ഇൻഡക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇൻഡക്ടറിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ് ഇൻഡക്ടറിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ഈസ് ഈക്വൽ ടു ഇൻഡക്റ്റൻസ് വാല്യൂ ഇൻറ്റു ആ ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്. എൽ ഇൻഡക്റ്റൻസ് വാല്യൂ, di/dt ആ ഇൻഡക്ടറിൻ്റെ അകത്തെ കറണ്ടിൻ്റെ ചേഞ്ച്. സോ ഇ എം എഫ് ഓർ വോൾട്ടേജ് ഇൻ ആൻ ഇൻഡക്ടർ ശരിക്കും എന്താണ്? എൽ ഇൻറ്റു di/dt. ആ ഇക്വേഷൻ എല്ലാവരും മനസ്സിൽ സേവ് ചെയ്യുക. ലൈഫ് ലോങ് ഇലക്ട്രിക്കൽ ആവശ്യം വരുന്ന ഇക്വേഷനാണ്. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ഇൻഡക്റ്റൻസ് വാല്യൂ ഇൻറ്റു di/dt. ഇ ഈസ് ഈക്വൽ ടു എൽ di/dt. ഓക്കെ, ഉറപ്പിച്ചല്ലോ. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എൽ di/dt നമ്പർ 1 ഇക്വേഷൻ ഗ്രീൻ ലൈൻ കളറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റെഡിൽ വേറെ എന്തോ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാരഡേസ് ലോ. എന്താ ഫാരഡേസ് ലോ പറയുന്നത്? നമ്മൾ പണ്ട് പഠിച്ച കാര്യം. ഇ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു d/dt. മൈനസ് സൈൻ ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല, ബിക്കോസ് മൈനസ് നമ്മൾ കാൽക്കുലേഷനിലൊന്നും യൂസ് ചെയ്യില്ല. അത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷനാണ്. ലെൻസസ് ലോൻ്റെ ഒപ്പോസിഷൻ കാണിക്കാനുള്ള ഇൻഡിക്കേഷൻ മാത്രമാണ്. സോ ഇ ഈസ് ഈക്വൽ ടു എൻ d/dt, പഴയ ഇക്വേഷൻ, ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഇക്വേഷൻ 2. ആൻഡ് ഇ ഈസ് ഈക്വൽ ടു എൽ di/dt, ഇക്വേഷൻ നമ്പർ 1. രണ്ടും ഇ ആണ്. നിങ്ങൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. എൻ d/dt ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു di/dt. രണ്ടിനും ഡിഫറൻസിയേഷൻ്റെ പ്രീവിയസ് സ്റ്റെപ്പിലേക്ക് വന്നു. അതായത് d/dt ഓഫ് എൻ ഫൈ ആണെന്ത്? എൻ
d5/dt. n കോൺസ്റ്റന്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രീവിയസ് സ്റ്റെപ്പ് എഴുതി. അതുപോലെ എൽ di/dtനും പ്രീവിയസ് ആക്കി d/dt ഓഫ് l ഇൻറ്റു ഐ എന്ന് എഴുതി. ഇനി ആ d/dt ഒഴിവാക്കുക. സോ n5 ഈസ് ഈക്വൽ ടു എൽ ഐ എന്ന് കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലിനെ ഡിറൈവ് ചെയ്യാം. l ഈസ് ഈക്വൽ ടു n5/i. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. ഇൻഡക്റ്റൻസിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡെറിവേഷൻ ഓർത്ത് വെക്കുക. അതുപോലെ n5/i എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിലെ പാസ് ചെയ്യുന്ന ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേ കോയിലിലെ കറണ്ടിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം. എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം? ഡെഫിനേഷൻ നോക്ക്. പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ by which it opposes any change in current flowing through its neighboring coil. നേരത്തെ എന്തായിരുന്നു സെൽഫ് ഇൻഡക്റ്റൻസ്? എനി ചേഞ്ച് ഇൻ കറന്റ് ഫ്ലോയിങ് ത്രൂ സെയിം കോയിൽ എന്ന് മാറ്റിയാൽ സെൽഫ് ഇൻഡക്റ്റൻസ് കിട്ടും. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താ? ആദ്യം നമ്മൾ ഒരു കോയിലിൻ്റെ അകത്ത് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആ കറണ്ടിനെ കോയിൽ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു, സെൽഫ് ഇൻഡക്റ്റൻസ്. ഇപ്പോൾ 2 കോയിൽ വെച്ചു. എന്നിട്ട് ആദ്യത്തെ കോയിലിലെ കറണ്ടിനെ ചേഞ്ച് ചെയ്യും. ആ ചേഞ്ചിനെ ആര് ഒപ്പോസ് ചെയ്യുന്നത്? തൊട്ട് അടുത്ത കോയിൽ ഉണ്ടാവുന്ന EMF ഒപ്പോസ് ചെയ്യുന്നു. അതിനെ ആ പ്രോപ്പർട്ടിനെ, ആ ഒരു സെക്കൻഡ് കോയിലിൻ്റെ പ്രോപ്പർട്ടിനെ നമ്മൾ ഇവിടെ എന്ത് പറയും? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയും. ഒന്നുകൂടെ നോക്ക്. പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്സ് നൈബറിംഗ് കോയിൽ ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരൊറ്റ കോയിൽ എടുത്തു, അതിൽ കറണ്ട് കൊടുത്തു, ആ കറണ്ട് ചേഞ്ച് ചെയ്തു, അവിടെ തന്നെ ഒരു EMF ഉണ്ടായി, ആ EMF ആ സെയിം കറണ്ടിനെ ഒപ്പോസ് ചെയ്തു. സോ അങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെ സെൽഫ് ഇൻഡക്റ്റൻസ്, ഒരൊറ്റ കോയിൽ മാത്രം. 2 എണ്ണം വന്നാൽ പിന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയി. ഇവിടെ നമ്മൾ കറണ്ട് കൊടുക്കുന്നു, ഇത് ഫ്ലക്സ് ഉണ്ടാക്കുന്നു, ആ ഫ്ലക്സ് ഇവിടെ നിന്ന് പോയി അടുത്ത കോയിലിൽ ലിങ്ക് ചെയ്യുന്നു, ഇവിടെ EMF ഉണ്ടാവുന്നു. ഈ ഉണ്ടായ EMF ഫസ്റ്റ് കോയിലുള്ള കറണ്ടിന്റെ ചേഞ്ച് ആണ് അതിന്റെ റീസൺ എന്ന് മനസ്സിലാക്കി ആര് ഒപ്പോസ് ചെയ്യുന്നു? ഫസ്റ്റ് കോയിലുള്ള കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുക. ഇതിന് ഒരു ഡെഫിനേഷനും കൂടെ ഉണ്ട്. നിങ്ങൾ ഈ ഡെഫിനേഷനോ അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഡെഫിനേഷനോ പഠിച്ചാൽ മതി. അതും കൂടെ നോക്കിയ ശേഷം നമുക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പറയാം. ഇത് നമ്മുടെ പഴയ ഫിഗറാണ്. 2 കോയിൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോയിലിൽ നോക്കാം, ശരിക്കും നോക്കിക്കേ. ഫസ്റ്റ് കോയിൽ സപ്ലൈ കൊടുത്തു, സ്വിച്ച് ഓപ്പൺ ആക്കി വെച്ചു. സെക്കൻഡ് കോയിൽ വെറുതെ ഓപ്പൺ ആക്കി വെച്ചു. സ്വിച്ച് ക്ലോസ് ചെയ്താൽ എന്താ സംഭവിക്കുക? മനസ്സിലാലോചിച്ച് നോക്ക്. സ്വിച്ച് ക്ലോസ് ചെയ്താൽ കറണ്ട് പാസ് ചെയ്യും. നോക്കാം അല്ലേ? സ്വിച്ച് ക്ലോസ് ചെയ്താൽ കറണ്ട് പാസ് ചെയ്യും. കണ്ടോ? റെഡിങ്ങിൽ കറണ്ട് പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്യുന്ന കാരണം ഒരു ഫ്ലക്സ് ഫസ്റ്റ് കോയിലിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫ്ലക്സ് അവിടെ മാത്രം നിൽക്കുന്നില്ല, അത് സെക്കൻഡ് കോയിലിനെ കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു ടോട്ടൽ ഫ്ലക്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ EMF ഉണ്ടാവും? ശരിക്കും ചിന്തിച്ച് നോക്ക്. ഫസ്റ്റ് കോയിലിൽ ഒരു EMF ഉണ്ടാവും, സെക്കൻഡ് കോയിലിൽ ഒരു EMF ഉണ്ടാവും. രണ്ടിലും ഒരേ ഫ്ലക്സ് ആണ് പക്ഷേ പാസ് ചെയ്യുന്നത്. ഇപ്പം ആ ഫ്ലക്സിനെ ആരാണ് ഉണ്ടാക്കിയത്? ഫസ്റ്റ് കോയിലിൽ കൊടുത്ത കറണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോയിൽ ഉണ്ടാക്കിയ EMFനെ നമ്മൾ എന്ത് പറയും? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. സെക്കൻഡ് കോയിൽ ഉണ്ടാക്കിയ EMFനെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ഒക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ കുറിച്ചാണ് നമ്മളിപ്പം പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ EMF ഉണ്ടായാൽ മാത്രം പോലെ ആ ഇവിടെ സെക്കൻഡ് കോയിൽ ഉണ്ടായ EMF ഫസ്റ്റ് കോയിൽ ഉണ്ടായ കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു. ആ പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ ആ ഫിഗർ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ആ ഫിഗറിനെ സിമ്പിളാക്കി വരച്ചു. I1 I2 ഇതൊരു പ്രൂഫാണ്. ഇവിടെ ഹെഡിങ് എഴുതിയിട്ടില്ല, നിങ്ങൾ ഇവിടെ പ്രൂഫ് എഴുതാം. സോറി, ഇത് പ്രൂഫ് അല്ല, ഇനി വരാൻ പോകുന്നതാണ് പ്രൂഫ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സ്മോൾ ഡെറിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് കോയിൽ I1 കറണ്ട് കൊടുത്തു. I1 കറണ്ട് കൊടുത്തപ്പം അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടായിട്ടുണ്ടാവും. ആ ഫ്ലക്സിന്റെ പേര് ഫിഗർ നോക്ക്, 512 എന്നല്ല. ആ ഫ്ലക്സിന്റെ പേര് 51 എന്നായിരിക്കും. ആ ഫ്ലക്സ് കംപ്ലീറ്റ് ആയിട്ട് 512 ആയി പോവില്ല. നമ്മൾ അടുത്ത ക്ലാസ് കുറച്ചും കൂടെ ഈ കണ്ടിന്യൂയിങ് ടോപ്പിക്സിൽ ഡീറ്റെയിൽ ആയി പറയും. I1 കൊടുക്കുമ്പോൾ കുറേ ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സിന്റെ ഒരു പോർഷൻ I1ന്റെ വൈൻഡിങ്ങിലും ആ സെക്കൻഡ് വൈൻഡിങ്ങിലും ലിങ്ക് ചെയ്യും. അതാണ് നമ്മുടെ ഇവിടുത്തെ ഫ്ലക്സ് 512 എന്ന് പറയുന്ന ഫ്ലക്സ്.
അതായത് ഞാൻ പറഞ്ഞു വന്നത് 512 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 51 തന്നെ അല്ല, അതിന് കുറച്ചും കൂടെ ടേംസ് നിങ്ങൾ പഠിക്കാനുണ്ട്, നമുക്ക് പഠിക്കാം. ഇനി ഹൗ ഇവിടെ ഒരു ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട് 512, രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് 512 ആണ്. ഓക്കെ, ആ ഒരു ഫ്ലോ നോക്കിക്കേ. ആദ്യം നമ്മൾ കറണ്ട് I1 അപ്ലൈ ചെയ്തു, 512 എന്ന് പറഞ്ഞ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു. I1 വേരിയിങ് ആയതുകൊണ്ട് 512 വേരിയിങ് ആണ്. 512 രണ്ട് വൈൻഡിങ്ങിനും ലിങ്ക് ചെയ്യും. ഒന്നാമത്തെ വൈൻഡിങ്ങിന്റെ കാര്യം വിട്ടേക്ക്, അത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്, അതിനെപ്പറ്റി നമ്മളിപ്പം പറയുന്നില്ല. രണ്ടാമത്തെ വൈൻഡിങ്ങിൽ ലിങ്ക് ചെയ്തൊരു EMF ഉണ്ടാകുന്നു. ആ EMF നമ്മൾ എന്ത് പറയും? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ആ EMF ലെൻസസ് ലോ പഠിക്കാൻ പോകും അല്ലെ. ലെൻസസ് ലോ എന്താ പറയുന്നത്? ഇറ്റ് വിൽ ഒപ്പോസ് ദ കോസ്. എന്താ കോസ്? ഫസ്റ്റിലെ കോയിലിലെ കറന്റ് ചേഞ്ച് ആണ് കോസ്. ഹിയർ ദ കോസ് ഈസ് കറന്റ് ചേഞ്ച് ഇൻ ദ ഫസ്റ്റ് കോയിൽ. സോ ആസ് പെർ ലെൻസസ് ലോ, this EMF opposes the change of current in the first coil I1. This property is known as mutual inductance. Clear ആണല്ലോ? നിങ്ങൾ പറയണോ? I1 കറണ്ട് കൊടുത്തു, വേരിയിങ് കറണ്ട് ആണ്. അപ്പോൾ ഒരു ഫ്ലക്സ് 5-1 ഉണ്ടായിട്ടുണ്ടാവും. ആ ഫ്ലക്സിന്റെ ഒരു പോർഷൻ 1-2ലേക്ക് പോവും. അതിന് നമ്മൾ 512 എന്ന് പറഞ്ഞു. ആ ഫ്ലക്സും വേരിയിങ് ആണ്. ഈ 512 എന്ന ഫ്ലക്സ് കാരണം സെക്കൻഡറി കോയിൽ ഒരു EMF ഉണ്ടായി. അതിന്റെ പേരാണ് E എന്ന് നമ്മൾ എഴുതി. ഈ EMF ലെൻസസ് ലോ പ്രകാരം അത് ഉണ്ടാവാനുള്ള കാരണം ആരാന്ന് നോക്കി. ആരാണ് കാരണം? പ്രൈമറി കോയിലുള്ള കറന്റ് ചേഞ്ച് ആണ്. അപ്പോൾ സെക്കൻഡറി കോയിൽ ഉണ്ടായ EMF പ്രൈമറി കോയിൽ ഉണ്ടായ കറന്റിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് അതിനെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റണം. ഇവിടെ E എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൈൻഡിങ്ങിൽ ഉണ്ടായ EMF ആണ്. പക്ഷെ അത് എന്തിന് പ്രൊപ്പോർഷനിലാണ്? അതിലെ പാസ് ചെയ്ത ഫ്ലക്സിന് പ്രൊപ്പോർഷനിലാണ്. പക്ഷെ ഫ്ലക്സിനെ ആരാണ് ഉണ്ടാക്കിയത്? ഫസ്റ്റത്തെ കോയിലിലെ കറണ്ടാണ്. ആ കറണ്ടിന്റെ ചേഞ്ച് ആണ് ഫ്ലക്സിന് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ പഴയ ഫാരഡേസ് ലോ പ്രകാരം എന്ത് എഴുതി? E ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d∅dt എന്നതിനെ മാറ്റിയിട്ട് ഫൈക്ക് പകരം എന്ത് കൊടുത്തു? ഫൈ ആരാണ് ഉണ്ടാക്കിയത്? I1. di1/dt എന്ന് കൊടുത്തു. അതുപോലെ M, ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആക്കി എടുക്കുക. സോ E ഈസ് ഈക്വൽ ടു M ഇൻറ്റു di/dt. അപ്പം എന്താണ് M? M ആണ് ഇപ്പം നമ്മൾ പഠിക്കുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന കോയിഫിഷ്യൻറ്റ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെഫിനിഷനും കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ ഡെഫിനിഷൻ വരുന്നുണ്ട്. നമുക്ക് ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ഈ എമ്മിൻ്റെ ഇക്വേഷൻ ഫുള്ളായിട്ട് ഡെറൈവ് ചെയ്യാം. അപ്പോൾ എമ്മിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ്? ഈൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. E ഈസ് ഈക്വൽ ടു M di/dt. ഇനി ഈൻ്റെ അടുത്ത ഇക്വേഷൻ നമുക്കറിയാം. ഫാരഡേസ് ലോ എന്താ പറയുന്നത്? E ഈസ് ഈക്വൽ ടു N d∅/dt എന്ന് പറയുന്നത്. ഇവിടുത്തെ N ഏതാ? N ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് EMF ഉണ്ടാവുന്നത് ആ N എടുക്കണം. എവിടെ EMF ഉണ്ടാവുന്നത്? സെക്കൻഡ് കോയിൽ. അപ്പോൾ N എന്തായിരിക്കണം? N2, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡ് കോയിൽ. അതുപോലെ d∅/dt ഫൈ എന്താണ്? അവിടെ ലിങ്ക് ചെയ്ത ഫ്ലക്സ് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ടല്ലോ, 512. സോ ഈ ഇക്വേഷൻ എന്ത് കിട്ടി? N2 ഇൻറ്റു d∅12/dt എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും ചെയ്യുക? നമുക്കറിയാം. നമ്മൾ ഇത് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ആദ്യം കിട്ടിയ ഈൻ്റെ ഇക്വേഷൻ M ഇൻറ്റു di1/dt യും രണ്ടാമത് കിട്ടിയ ഈൻ്റെ ഇക്വേഷൻ N2 ഇൻറ്റു d∅12/dt നും ഇക്വേറ്റ് ചെയ്തു. സോ വി ആർ ഗെറ്റിംഗ് d/dt out of that. Mi1 is equal to N2 into 512. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? M. So the derivation is over here. M is N2512/I1. ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ഒന്ന് ബാക്കോട് പോയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കിയാൽ മതി. സിമ്പിൾ ഡെറിവേഷൻ ആണ്. കൂടുതൽ ഇഷ്യൂസ് ഒന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും ആലോചിക്കേണ്ട. ജസ്റ്റ് എല്ലിനെ ഡിറൈവ് ചെയ്ത പോലെ തന്നെ നമ്മൾ എമ്മിനെയും ഡിറൈവ് ചെയ്തെടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ വൺ മോർ ഡെഫിനിഷൻ ആണ്. ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ കുറച്ചും കൂടെ ക്ലിയർ ഉള്ള ഡെഫിനിഷൻ ആണ്. സോ യു ക്യാൻ കോപ്പി ദിസ് ഓൾസോ. Mutual inductance between any two coils is the property by which the change of current in one coil is opposed by induced EMF in other coil. ഒരു കോയിലിന്റെ പ്രോപ്പർട്ടിയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഏത് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സെക്കൻഡ് കോയിലിൽ
ഉണ്ടാവുന്ന EMF ഫസ്റ്റ് കോയിൽ ഉണ്ടായ കറണ്ടിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു. അങ്ങനെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്ന ആ സെക്കൻഡ് കോയിലിൻ്റെ പ്രോപ്പർട്ടിനെയാണ് എന്ത് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ സെക്കൻഡ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങോട്ട് വേണേൽ മാറാം. ഫസ്റ്റിൽ കറണ്ട് കൊടുത്തുകൊണ്ട് സെക്കൻഡിൽ ഉണ്ടാവുന്ന EMFനെ മ്യൂച്വൽ ഇൻഡ്യൂസ് EMF എന്ന് പറയും. ഇനി സെക്കൻഡിൽ ഒരു കറണ്ട് ഉണ്ടെങ്കിൽ അത് കാരണം സെക്കൻഡിൽ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് ഫസ്റ്റിൽ ലിങ്ക് ചെയ്യും. അവിടെയും തിരിച്ചും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവാം. അത് നമുക്ക് ഇനി വരുന്ന ടോപ്പിക്സിൽ അത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അവിടെ നോക്കാം. So this is one more important topic, and derivation is also important. Coefficient of coupling. Coefficient of coupling, C of C എന്നാണ് എഴുതിയിട്ടുള്ളത്. Coefficient of coupling is the fraction of magnetic flux produced by current in coil that links to the other coil. അത് നിങ്ങൾ കറണ്ട് ഇൻ വൺ കോയിൽ എന്നെഴുതിയാൽ കുറച്ചും കൂടെ നന്നാവും. Coefficient of coupling is a fraction of magnetic flux produced by current in one coil that links with other coil. വീണ്ടും നമുക്ക് ഈ പെന്നും പെൻസിലും എടുക്കാം. ഈ രണ്ട് കോയിൽ ആലോചിക്കാം. നിങ്ങൾ ഇവിടെ ഫ്ലക്സ് കൊടുത്തു, ഇവിടെ കറണ്ട് കൊടുത്തു, ഇവിടെ ഫ്ലക്സ് ഉണ്ടായി. ഞാൻ പറഞ്ഞു ആ ഫ്ലക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പുറത്ത് പോകണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ആ ഫ്ലക്സിൻ്റെ ഒരു പോർഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെയും കോമൺ ആയി ലിങ്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഫ്ലക്സ് ലൈൻസ് ഉണ്ടാവുക? ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ടാവും, ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ടാവും, ഇങ്ങനെ പോകുന്നുണ്ടാവും. ഈ ഫ്ലക്സ് ലൈനിലെ കുറച്ച് ലൈൻ ഇവിടുന്ന് പോയി ഈ അടുത്ത മാഗ്നറ്റ് വഴി ലിങ്ക് ചെയ്ത് വരും. അതാണ് നമ്മുടെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫ്ലക്സ്. ആ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊഡ്യൂസ് ആയ ഫ്ലക്സിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്ക്. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വൺ കോയിൽ ദാറ്റ് ലിങ്ക്സ് വിത്ത് ദ അതർ കോയിൽ. ഈ കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമേ ഈ കോയിലിൽ ലിങ്ക് ചെയ്യുന്നുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുക. I hope it is clear. In our system, two coils are having self-inductance L1 and L2. Self-inductance ആണ്. ഈ കോയിലിന് സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവും N5/I1. ഈ കോയിലിന് സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവും N5/I2. ആൻഡ് ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തല്ലോ M. അങ്ങനെയാണെങ്കിൽ M ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ തരുന്നുണ്ട് K ഇൻറ്റു റൂട്ട് ഓഫ് L1 L2. ആ Kനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ K ഈസ് ഈക്വൽ ടു തിരിച്ചു എഴുതാം. K ഈസ് ഈക്വൽ ടു M ബൈ റൂട്ട് ഓഫ് L1 L2 എന്നും എഴുതാം. ഇത് ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാം. നിങ്ങൾ ആ ഡെറിവേഷൻ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് മൈൻഡ് സെറ്റ് ചെയ്ത് ശ്രദ്ധിച്ചാലേ ആ ഡെറിവേഷൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അല്ലെങ്കിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഡെറിവേഷനാണ്. ഓക്കെ, അതിൽ ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ തന്നെ. ഇപ്പോൾ ഈ കോയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് തീരെ അടുത്ത കോയിലിലേക്ക് എത്തുന്നില്ല എന്ന് വിചാരിച്ചോ. ഇവിടെ ഉണ്ടാക്കുന്ന ഫ്ലക്സ് തീരെ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ആ ഫ്രാക്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഫ്രാക്ഷൻ ആണല്ലോ K. അപ്പോൾ K 0 കൊടുക്കുക. അങ്ങനെയാണ് എമ്മിൻ്റെ വാല്യൂ എന്ത് വരും? M ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു റൂട്ട് L1 L2. എമ്മും 0 ആവും. M 0 എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ മ്യൂച്വലി യാതൊരു ബന്ധവുമില്ല. അടുത്തത് ഇതിനെ വളരെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചു എന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടാക്കുന്ന ഫ്ലക്സ് കംപ്ലീറ്റ് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? M ഈസ് ഈക്വൽ ടു K. ഇവിടെ ഉണ്ടാക്കുന്നത് ഫുൾ ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രാക്ഷൻ എത്രയാണ്? 100% അല്ലെങ്കിൽ 1. M ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു റൂട്ട് L1 L2. റെഡിങ്ങിൽ എഴുതി നോക്കുക. സോ എമ്മിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. അപ്പോൾ M മിനിമവും മാക്സിമവും വരുന്ന കേസസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ഡെറിവേഷനിലേക്ക് പോവാം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഡെറിവേഷൻ. ഓക്കെ, ഇനീഷ്യൽ കേസ് ഒരു സപ്ലൈ ഉണ്ട്, കണക്ട് ചെയ്തിട്ടില്ല. വൈൻഡിങ് N1 ഉണ്ട്, അതുപോലെ ഒരു കോയിൽ N2 ഉണ്ട്.
സപ്ലൈ നമ്മൾ N1ലേക്ക് കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് കേസിൽ ഞാൻ സപ്ലൈ N1ലേക്ക് കൊടുത്തു. I1 എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. I1 എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേര് Φ1 ആണ്. പക്ഷെ ആ ഫ്ലക്സ് കംപ്ലീറ്റ് എവിടെ എത്തില്ല. Φ1 എന്ന് പറഞ്ഞ ഫ്ലക്സ് ഇവിടെ ഉണ്ട്. അത് ഈ N1ന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പോർഷൻ മാത്രമേ N2ൽ എത്തുന്നുള്ളൂ. ആ കോമൺ പോർഷൻ നമ്മൾ എന്ത് പറയണം? Φ1 ഇൻറ്റു കെ. ആ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Φ1 ഇൻറ്റു കെ. അതിനെയാണ് നിങ്ങൾ നേരത്തെ Φ12 എന്ന് പറയുന്നത്. എന്താ Φ12ന്റെ മീനിങ്? 1ൽ പ്രൊഡ്യൂസ് ചെയ്ത് 2ൽ എത്തുന്ന ഫ്ലക്സ് ആണ് Φ12. ദാറ്റ് ഈസ് ഈക്വൽ ടു 1ൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. അതാണ് Φ1 ഇൻറ്റു കെ. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അതായത് ജസ്റ്റ് I1 കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു Φ1 എന്ന് പറയുന്ന ഫ്ലക്സ് ഫസ്റ്റ് കോയിലിൽ കിട്ടും. അത് ഫുള്ളായിട്ട് സെക്കൻഡ് കോയിലിൽ എത്തില്ല. അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ സെക്കൻഡ് കോയിലിൽ എത്തുള്ളൂ. അതിന് നമുക്കൊരു പുതിയ പേര് പറയാം, Φ12. 1ൽ നിന്ന് 2ലേക്ക് പോകുന്ന ഫ്ലക്സ്. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? Φ1ന്റെ പെർട്ടിക്കുലർ ഫ്രാക്ഷൻ. സോ Φ12 ഈസ് ഈക്വൽ ടു Φ1 ഇൻറ്റു കെ. സോ അത് N1നെയും N2നെയും ലിങ്ക് ചെയ്ത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. N1ലും ഒരു EMF ഉണ്ടാവും, N2ലും EMF ഉണ്ടാവും. N1ലെ EMFനെ പറ്റി നമ്മളിപ്പം പറയുന്നില്ല. N2ലെ EMF E എന്ന് എഴുതി. ഒരു EMF N2ൽ ഉണ്ടായിട്ടുണ്ട്, E. അതൊരു N1ൽ സപ്ലൈ കൊടുത്ത N2ൽ ഉണ്ടായ EMF ആയതുകൊണ്ട് നമുക്കറിയാം അതൊരു മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും. ഇനി ഫസ്റ്റ് കോയിലിൽ ഒരു EMF ശരിക്കും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, സെൽഫ് ഇൻഡക്റ്റൻസ് L1. L1 ഇക്വേഷൻ നമുക്കറിയാം. സിംപ്ലി L ഇക്വേഷൻ എന്താ? N∅I. അപ്പോൾ ഫസ്റ്റ് കോയിൽ ഉണ്ടായ കേസാണ് പറയുന്നത്. അതുകൊണ്ട് സെക്കൻഡ് കോയിലിനെ ഫുള്ളായിട്ട് മറന്നേക്കാം, സെൽഫാണ് പറയുന്നത്. സോ L1 ഈസ് ഈക്വൽ ടു എന്താ? ഫസ്റ്റ് കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് N1, അവിടുത്തെ ഫ്ലക്സ് Φ1 ബൈ അവിടുത്തെ കറണ്ട് I1. സോ L1 ഈസ് ഈക്വൽ ടു N1 Φ1 I1. ഇനി നമ്മൾ എമ്മിനെ പറ്റി പറയാം. എം നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയാൽ കാണാം. വി നോ എം ഈസ് ഈക്വൽ ടു Φ12 N2 ബൈ I1. നമുക്ക് ഓൾറെഡി കിട്ടിയ സാധനമാണ്. ബിക്കോസ് സെക്കൻഡ് കോയിലാണ് ഫ്ലക്സ് ഉണ്ടായത്, അതുകൊണ്ട് N2 വന്ന്. കറണ്ട് പക്ഷേ ഫസ്റ്റ് കോയിലെ കറണ്ടാണ്, അതുകൊണ്ട് I1 വന്ന്. Φ12 എന്തുകൊണ്ടാണ് വന്നത്? 1ൽ നിന്ന് 2ലേക്ക് പോയ ഫ്ലക്സ് ആയതുകൊണ്ട്. ഓക്കെ, ആ Φ12 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, K ഇൻറ്റു Φ1 ആണ്. ഇപ്പൊ പറഞ്ഞ എമ്മിന് നമുക്കൊരു പ്രത്യേക പേര് വിളിക്കാം, M12. ബിക്കോസ് സപ്ലൈ എവിടെയാണ് കൊടുത്തത്? ഫസ്റ്റ് കോയിലിൽ. കറണ്ട് ഉണ്ടായതും ഫസ്റ്റ് കോയിലിൽ I1. പക്ഷെ EMF ഉണ്ടായത് സെക്കൻഡ് കോയിലിൽ. അപ്പോൾ ഫ്ലക്സ് 1ൽ നിന്ന് 2ലേക്ക് പോയതുകൊണ്ടാണ് ഈ ഒരു EMF ഉണ്ടായത്. അതായത് Φ12 കാരണം ഉണ്ടായ EMF അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടുത്തെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ പേര് M12 എന്നായിരിക്കണം. ഇത്ര മാത്രം ആലോചിക്കുക. ഫസ്റ്റിൽ ഉണ്ടായ ഫ്ലക്സ് സെക്കൻഡ് പോയി ലിങ്ക് ചെയ്താണ് EMF ഉണ്ടായതെങ്കിൽ അവിടുത്തെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ പേര് M എന്നോ അല്ലെങ്കിൽ M12 എന്നോ പറയാം. അപ്പോൾ M12 ഇക്വേഷൻ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലക്സ് എവിടുന്നാ പോയത്? 1ൽ നിന്ന് 2ലേക്ക്. Φ12 ഇൻറ്റു എവിടെയാണ് ഉണ്ടായത്? സെക്കൻഡ് കോയിലിൽ. അപ്പോൾ അവിടുത്തെ നമ്പർ N2. പക്ഷെ കറണ്ട് എവിടത്തെയാ? ഫസ്റ്റ് കോയിൽ I1. സോ റെഡിങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് M12 ഈസ് ഈക്വൽ ടു Φ12 N2 I1. ഇനി Φ12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താ? K ഇൻറ്റു Φ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So K into Φ1 N2 by I1. So due to this linkage Φ12 EMF E is induced. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്. ഇങ്ങനെ ഒരു Φ12 പാസ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ E എന്ന് പറഞ്ഞ EMF എവിടെ ഉണ്ടായത്? സെക്കൻഡ് വൈൻഡിങ്ങിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. സോ ഈ ഉണ്ടായ വരെ പറഞ്ഞു. ഇപ്പോൾ എന്താ സ്ഥിതി? പ്രൈമറി സപ്ലൈ, പ്രൈമറി എന്ന് ഞാൻ പറയുന്നത് കുറച്ചും കൂടി ഇലക്ട്രിക്കൽ ടേമായി പോവും. നിങ്ങൾക്ക് ബേസിക് ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് ഫസ്റ്റ് കോയിലിൽ സപ്ലൈ കൊടുത്തു, സെക്കൻഡ് കോയിലിൽ EMF ഉണ്ടായി E. സെക്കൻഡ് കോയിൽ ഇപ്പം ഇങ്ങനെ തുറന്നു നിൽക്കുക അല്ലേ, അതിൽ നമ്മളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇനി ഞാൻ സെക്കൻഡ് കോയിൽ എന്തോ ഒന്ന് കണക്ട് ചെയ്തു. ഫിഗറിനൊരു മാറ്റം കണ്ടോ? പിങ്ക് കളറിൽ സെക്കൻഡ് കോയിലിൽ ഞാനൊരു ചെറിയ ലൈറ്റ് കണക്ട് ചെയ്തു എന്ന് വിചാരിച്ചോ. ആ ലൈറ്റ് കത്തും. ആ ലൈറ്റിനെയാണ് ലോഡ് എന്ന് പറയുക. ഒരു ചെറിയ ബോക്സ് വരച്ചിട്ടുണ്ട്.
അപ്പോൾ അതിലൊരു കറണ്ട് പാസ് ചെയ്യാൻ വഴിയായി. ഇത്രയും നേരം അത് ഓപ്പണായി നിൽക്കുകയായിരുന്നു. EMF ഉണ്ട്, പക്ഷേ കറണ്ട് പാസ് ചെയ്യാനുള്ള ഒരു വഴിയുമില്ല. അവിടെ ഞാനൊരു വയർ വെച്ചൊരു കണക്ഷൻ കൊടുത്ത് ഒരു ലോഡ് കണക്ട് ചെയ്തപ്പോൾ അതിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി. ആ കറണ്ടിനെയാണ് I2 എന്ന് പറയുന്നത്, സെക്കൻഡ് കോയിലിലെ കറണ്ടിനെ. ഇപ്പം നേരത്തെ കേസൊക്കെ മാറി. I2 ഒരു പുതിയ കറണ്ട് വന്നു, അത് സെക്കൻഡ് കോയിലിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പം സെക്കൻഡ് കോയിലിൽ ഒരു പുതിയ ഫ്ലക്സ് ഉണ്ടാവും, അതിൻ്റെ പേരാണ് Φ2. ഇനി ആ Φ2ൻ്റെ ഒരു പോർഷൻ തിരിച്ച് പ്രൈമറി സൈഡിലേക്ക് ലിങ്ക് ചെയ്യും. നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. Φ2ൻ്റെ ഒരു പോർഷൻ പ്രൈമറി സൈഡിലേക്ക് ലിങ്ക് ചെയ്യും. അപ്പം അതിൻ്റെ പേരെന്തായിരിക്കും? Φ21. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് Φ2ൻ്റെ ഒരു ഫ്രാക്ഷൻ ആണ്. ഏത് ഫ്രാക്ഷൻ? K എന്ന് പറയുന്ന ഫ്രാക്ഷൻ. സോ Φ21ൻ്റെ വാല്യൂ എന്തായിരിക്കും? Φ2 × K. ഓക്കെ, അതാണ് നമ്മൾ ആ ഫിഗറിൽ എഴുതിയത്. നേരത്തെ Φ1 × K അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇപ്പോൾ Φ2 × K ഇവിടുന്ന് അതർ സൈഡിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി ആ ഒരു ഫ്ലോ കാരണം എന്തൊക്കെ സംഭവിക്കുന്നു ഇപ്പം നമ്മൾ പറഞ്ഞ സ്റ്റെപ്പൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നൗ EMF is induced in second coil. If load is connected, I2 will pass. This I2 creates a flux Φ2. This Φ2 also links with the first coil, and that flux is Φ21. And അവിടെ നമുക്കൊരു പുതിയ എമ്മിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നേരത്തെ ഉള്ള എം എന്തായിരുന്നു? M12, ഇവിടുന്ന് അങ്ങോട്ടുള്ള കേസ്. ഇപ്പം തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കേസാണ് പറഞ്ഞത്. സോ M21 നമ്മൾ ഡിഫൈൻ ചെയ്യുക. എന്താ M21? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ 2 to 1. M21. ഓക്കെ, നോക്ക് M21ൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നേരത്തെ M12 എഴുതിയാൽ നേരെ തിരിയും. M21 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്ലക്സ് ഏതാ? സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് പോകുന്ന ഫ്ലക്സ് Φ21. അതെവിടെയാണ് EMF ഉണ്ടാക്കുക? അതിൻ്റെ മ്യൂച്വൽ EMF എവിടെയാണ് ഉണ്ടാവുക? പ്രൈമറിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ നമ്പർ N1. പക്ഷെ കറണ്ട് ചേഞ്ച് എവിടെയാണ് ഉണ്ടാവുന്നത്? സെക്കൻഡറിയിലെ കറണ്ടാണ് ചേഞ്ച് ആയത്. സോ I2. നേരത്തെ Φ12 N2 I1 ആയിരുന്നു. ഇപ്പം എന്തായി? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലക്സ് Φ21 N1/I2. ഓക്കെ, ആ Φ21 പകരം K × Φ2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, K × Φ2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇപ്പം നമുക്ക് രണ്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കിട്ടി, M21ഉം M12. പക്ഷെ ഒരു പ്രാക്ടിക്കൽ സിസ്റ്റത്തിൽ എപ്പോഴും ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും. അതിന് ജനറലി നമുക്ക് M എന്ന് പറയാം. എന്നിട്ട് നമ്മൾ M21നെയും M12നെയും മൾട്ടിപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ രണ്ട് സ്റ്റെപ്പ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. നോക്കിക്കേ, M12 × M21 ദാറ്റ് ഈസ് ഈക്വൽ ടു K Φ1N2/I1 × K Φ2N1/I2. രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടും M ആയതുകൊണ്ട് M × M എന്ന് മാറ്റി എഴുതി. ആൻഡ് K ഒരു സ്റ്റെപ്പിൽ കൊണ്ടുവന്നു, K². അതുപോലെ 1 എന്ന് വരുന്ന ടേമിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ഗ്രൂപ്പാക്കി ഗ്രൂപ്പ് ചെയ്തു. Φ1N1I1 ആൻഡ് അതർ ഗ്രൂപ്പ് Φ2N2I2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. നമ്മൾ നേരത്തെ കണ്ടതാണ് Φn/I എന്തായിരുന്നു? L. സോ K² × L1 × L2 എന്ന് കിട്ടി. അതാണ് എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? M². ഓക്കെ, സോ M is equal to K × √L1 L2. പക്ഷേ നമ്മൾ ചെയ്തത് എന്താ? നേരത്തെ ചെയ്ത ഒരു സാധനത്തിൻ്റെ പ്രൂഫാണ്. K എന്താണെന്നുള്ളതിൻ്റെ Kനെ പറ്റി നമ്മൾ പറഞ്ഞപ്പം എഴുതിയ സ്റ്റെപ്പായിരുന്നു. M is equal to K × √L1 L2. അതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രൂഫാണ് നമ്മൾ ചെയ്തത്. ഇത്ര മാത്രമേ ആലോചിക്കാനുള്ളൂ. രണ്ട് കോയിൽ ഉണ്ടാകുമ്പം M12 ഡിഫൈൻ ചെയ്യാൻ പറ്റും, M21 ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവർ തമ്മിൽ എത്രമാത്രം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇവർ ഇപ്പം ഇത് രണ്ടാൾക്കാരാണെന്ന് വിചാരിച്ചു. ഇവർ തമ്മിൽ ഉള്ള ഒരു കണക്ഷൻ, ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇയാളുടെ ഇഷ്ടം എത്രമാത്രം ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് M12 പറയുന്നത്. M21 എന്ന് പറയുന്നത് എന്താ? ഇയാളുടെ ഇഷ്ടം എത്രമാത്രം ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് M21 എന്ന് പറയുന്നത്. ഈ രണ്ട് സാധനവും നമ്മൾ പറഞ്ഞു ഈ ഒരു കേസിൽ നമ്മൾ സെയിം ആണെന്ന് എടുക്കുകയാണ്. പ്രാക്ടിക്കലി അങ്ങനെ സെയിം ആയിരിക്കും എന്നുള്ളത്
നമ്മൾ മനുഷ്യരുടെ കേസിൽ സെയിം ആണെന്നാണ് ആലോചിക്കുന്നതെങ്കിൽ സെയിം ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് ഈ M12 M21 എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ലിങ്കും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലിങ്കും രണ്ട് കോയിലിനെ പറ്റി പറയുമ്പോൾ ഡിഫൈൻ ചെയ്യുന്നതാണ് M എന്ന ടേം. സോ അപ്പോൾ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് K നെ പറ്റി പറഞ്ഞു. K M L അവ തമ്മിലുള്ള ബന്ധമാണ് M is equal to K into root L1 by root L1 L2 or K is equal to M by root L1 L2. അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിറൈവ് ചെയ്തു. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിച്ച സിമ്പിൾ പ്രോബ്ലംസിലേക്ക് നോക്കാം. നോർമലി ഈ ഒരു ടോപ്പിക്കിന്റെ പ്രോബ്ലംസ് അങ്ങനെ വലിയ രീതിയിലൊന്നും ചോദിച്ചു കാണാറില്ല. അതുപോലെ തന്നെ വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. ആകെ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാനുള്ളൂ. L is equal to N phi by I. സെൽഫ് ഇൻഡക്റ്റൻസ് ചോദിച്ചാൽ അവിടുത്തെ N അവിടുത്തെ ഫ്ലക്സിനോട് മൾട്ടിപ്ലൈ ബൈ I ചെയ്യുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ചോദിച്ചാൽ M is equal to ഇൻഡ്യൂസ് ചെയ്ത സ്ഥലത്തെ കോയിൽ N എടുക്കുക, ഫസ്റ്റ് കോയിൽ നിന്ന് വരുന്ന ഫ്ലക്സ് എടുക്കുക. പൊതുവെ ക്വസ്റ്റ്യനിൽ ഒറ്റ ഫ്ലക്സേ തരുള്ളൂ. അത് ഇൻറ്റു K ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ഫ്ലക്സേ നോർമലി തരുള്ളൂ. ആ ഫ്ലക്സ് 1 നിന്ന് 2ലേക്ക് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ആണ് എടുത്താൽ മതി. ബൈ കറണ്ട് സെക്കൻഡ് കോയിലാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് കോയിലെ കറണ്ട് എടുക്കുക. അതാണ് എമ്മിൻ്റെ പ്രോബ്ലം. ഇത്ര മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. 2 identical coils 400 turns each lie in parallel planes. രണ്ട് കോയിൽ ഇങ്ങനെ പാരലൽ പ്ലെയിനിൽ നിൽക്കുന്നുണ്ട്. രണ്ടിനും 400 ടേൺസ് 400 ടേൺസ് ഉണ്ട്. ഫ്ലക്സ് ഓഫ് 0.04 വെബർ. ഇത് തമ്മിലുള്ള ഒരു ഫ്ലക്സിനെ പറ്റിയാണ് പറയുന്നത്. 0.04 വെബർ. ഇഫ് കറണ്ട് ഓഫ് 8 ആംപിയർ passes, if current of 8 ampere is flowing in one coil, ഈ കോയിലൂടെ 8 ആംപിയറിന്റെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു EMF ഉണ്ടാവും. അതോടെ നിൽക്കട്ടെ. ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽ. ഇപ്പം ഇവിടെ 8 ആംപിയർ പാസ് ചെയ്തു. ഇവിടെയും 400 ടേൺ ഉണ്ട്, ഇവിടെയും 400 ടേൺ ഉണ്ട്. ഇവിടെ 8 ആംപിയർ പാസ് ചെയ്യുമ്പോൾ ഇതിൽ ഉണ്ടാവുന്ന EMF ഉണ്ടാവും. ആ EMF കാരണം നമുക്കറിയാം ഇവർ തമ്മിലൊരു കപ്ലിംഗ് ഉണ്ടായിട്ടുണ്ട്, ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട്. ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഗിവൺ ഡാറ്റാസ് ഫ്ലക്സ് നമ്മൾ തന്ന ഫ്ലക്സിനെ 1 2ലേക്കുള്ള ഫ്ലക്സ് ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ N2 400 ആണെന്ന് എടുത്തു. I1 8 ആംപിയർ ആണെന്ന് എടുത്തു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. N2 into 5 by I1 400 into 0.4 by 8. The answer is 2 Henry. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പിന്നെ ചോദിക്കാം. A coil is wound with 220 turns. Next problem. A coil is wound with 220 turns, has a resistance of 50 ohm. If existing voltage is 200 volt and average flux is 0.08 Weber, calculate the self-inductance of coil. ഓക്കെ ആണല്ലോ. ഒരു കോയിൽ അതിന് 220 ടേൺസ് ഉണ്ട്. ആ ടേണിൻ്റെ വൈൻഡിങ് റെസിസ്റ്റൻസ് 50 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇൻഡ്യൂസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് 200 വോൾട്ട്. ഇതിൻ്റെ അകത്ത് ഉള്ള ഫ്ലക്സ് 0.8 വെബർ ആണെന്നും പറഞ്ഞിട്ട് സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷനിൽ ഒരു സാധനം അൺനോൺ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ച് നോക്കുക. ഒരു സാധനം അൺനോൺ ഉണ്ട്. എല്ലിൻ്റെ ഇക്വേഷൻ എന്താ? N5 by I. എന്നും ഉണ്ട്, ഫൈയും ഉണ്ട്. I ഉണ്ടോ? ഇല്ല. I കാണാൻ വേണ്ടി രണ്ട് സാധനം തന്നിട്ടുണ്ട്. അവിടെയുള്ള EMFും തന്നിട്ടുണ്ട്, അവിടുത്തെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. സോ ഗിവൺ ഡാറ്റ N220 5.08 വെബർ ആണെങ്കിലും ഓക്കെ, ഫ്ലക്സ് ആണല്ലോ. ഓക്കെ, കറണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. കറണ്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? അവിടുത്തെ EMFും അതിൻ്റെ കറണ്ട് ഇവിടെ എപ്പോഴും എന്താ? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ EMF തന്നിട്ടുണ്ട്, ആ കോയിലിൻ്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്താൽ മതി. അവിടെ കിട്ടുന്ന കറണ്ടിനെ തൊട്ട് താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെ? N5 by I. അപ്പം നിങ്ങൾക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ ക്ലിയർ ആവും. ഓക്കെ, E/R 200 by 50 ആയതുകൊണ്ട് 4 ആംപിയർ എന്ന് കിട്ടി. ആ 4 ആംപിയർ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, L കിട്ടി. ഇനി ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു റിവിഷൻ പോലെ ഒരു പ്രോബ്ലം ആണ്.
ആ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. എന്തായിരുന്നു? എല്ലാവരും ഓർത്ത് നോക്കുക. അവിടെ നോക്കണ്ട, അവിടെ നോക്കാതെ ഓർത്ത് നോക്കുക. E is equal to BLV if the coil is placed perpendicular to flux lines, and E is equal to BLV sin theta if coil is placed at an angle to the flux plane. എന്താ ഇങ്ങനെ കോയിൽ സ്ട്രെയിറ്റ് ആയി വെച്ചു, ഫ്ലക്സ് ഇങ്ങനെയും വരുന്നു, നമ്മൾ ഇന്നലെ പറഞ്ഞതാണത്. എന്താ അവിടെ BLV സൈൻ തീറ്റ എടുക്കാത്തത്? തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സൈൻ തീറ്റയ്ക്ക് ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ കേസിൽ ഉള്ളത്, ഫ്ലക്സും കോയിലും. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് തീറ്റ 90 കൊടുത്തു കഴിഞ്ഞാൽ 1 ആയി പോകും. അതുകൊണ്ടാണ് E is equal to BLV വരുന്നത്. തീറ്റ 90 അല്ലാത്ത ഏത് കേസാണെങ്കിലും നിങ്ങൾ അവിടെ 1 എടുക്കാൻ പാടില്ല, സൈൻ തീറ്റ എന്നെടുക്കണം. ഇത്രയേ ഉള്ളൂ. So ഇതാണ് പ്രോബ്ലം. A conductor of length 0.5 meter moves in a uniform magnetic field of flux density 1.1 Tesla at a velocity of 30 meter per second. Calculate the EMF induced in the conductor if direction of motion is inclined at 60 degree to the direction of field. ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നുണ്ട്, ഒരു ഫീൽഡ്, ഇതൊരു ഫീൽഡാണെന്ന് വിചാരിച്ചോ, അവിടെ ഫീൽഡ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നുണ്ട്. ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് 0.5 മീറ്റർ അല്ലെങ്കിൽ ഹാഫ് മീറ്റർ ആണ് കണ്ടക്ടറിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. അതുപോലെ ഈ ഫ്ലക്സ് ലൈൻസിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1.1 ടെസ്ല. ടെസ്ല എന്ന് പറഞ്ഞാൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ യൂണിറ്റ് കണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട, വെബർ പെർ മീറ്റർ സ്ക്വയർ ആയാലും ടെസ്ല ആയാലും സെയിം ആണ്. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, കണ്ടക്ടർ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടല്ല നിൽക്കുന്നത്, ഒരു തീറ്റ ഉണ്ട്. അപ്പോൾ സൈൻ E is equal to BLV സൈൻ തീറ്റയിൽ തീറ്റ ആ ഒരു 60 ഡിഗ്രി കൊടുക്കണം. എൻ്റെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാൻ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. KTU ജൂൺ 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ B 1.1 ടെസ്ല, വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്, L 0.5 മീറ്റർ, തീറ്റ 60 ഡിഗ്രി. വേറെ ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. E is equal to BLV സൈൻ തീറ്റയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1.1 into 0.5 into 30 into sin 60. So 40.28 volt. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഈ ട്യൂട്ടോറിയലുള്ളത്. ഇതിൽ കൂടുതൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡെറിവേഷനോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെയിൽ മീ. ഇമെയിൽ അഡ്രസ് nitinchelavur@gmail.com, or also you can WhatsApp to my number. So day to day ആയിട്ട് 1 by 1 ആയി വീഡിയോസ് കവർ ചെയ്ത് പോവാം. ഫസ്റ്റ് വീഡിയോ കാണാത്ത ഒരാൾ സെക്കൻഡ് വീഡിയോ ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. യു ഹാവ് ടു ഫോളോ ദ ഓർഡർ ഓഫ് വീഡിയോസ്. അതുപോലെ ഡൗട്ട്സ് മെയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.